നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മറ്റന്നാൾ ബൂത്തിലേക്ക് കലാശം കൊട്ടി പരസ്യപ്രചാരണം. കളം നിറഞ്ഞ് 3 മുന്നണികളും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച. പൂഞ്ഞാർ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലും സെന്റ് ഡൊമിനിക്സ് സ്കൂളിലും. രാജ്യത്തെ വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPക്കെതിരെയുള്ള വിധിയെഴുത്താവുമെന്നും അഭിപ്രായം. വാർത്തകൾ വിശദമായി. മറ്റന്നാൾ ബൂത്തിലേക്ക് 40 ദിവസം നീണ്ടുനിന്ന പരസ്യപ്രചാരണങ്ങൾക്ക് സമാപനം. കലാശക്കൊട്ട് 3 മുന്നണികളും കൊഴുപ്പിച്ചു. 40 നാൾ നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണു. റോഡ് ഷോയും ബൈക്ക് റാലിയുമൊക്കെയായി രാവിലെ മുതൽ പ്രചാരണം കൊഴുത്തിരുന്നു. അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തലങ്ങും വിലങ്ങും പാഞ്ഞു. നമ്മുടെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി തന്നെയാകട്ടെ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യുവസാരഥി അനിൽ കെ ആന്റണിക്ക് വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തി നമ്മുടെ സ്വന്തം ചാഴിക്കാരനെ തന്നെ ഈ നാടിന്റെ ഭരണസ്ഥാനത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഏവരോടും വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വൈകിട്ടത്തെ കൊട്ടിക്കലാശത്തിന് ശേഷം ഇനി കണക്കുകൂട്ടലുകളുടെ ദിനരാത്രങ്ങൾ. വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ്. നിശബ്ദ പ്രചാരണം മാത്രം അനുവദനീയമായ അവസാന 48 മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം കൂടുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കും. ഇന്ന് വൈകിട്ട് മുതൽ വോട്ടെടുപ്പ് തീരുന്നതുവരെയുള്ള 48 മണിക്കൂർ മദ്യം വിതരണം ചെയ്യുന്നതിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. രാജ്യത്ത് ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണിത്. BJPക്ക് എതിരെയുള്ള വിധിയെഴുത്താവുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തിന്റെ വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പായാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിലെ ജനങ്ങളാകെ കാണുന്നത്. നമ്മുടെ മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ദേശീയോദ്ഗ്രഥനം, നമ്മുടെ ഒരുമയും ഐക്യവും, സർവോപരി ഭരണഘടന, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാര തുടർച്ചയില്ലാതിരിക്കണം എന്ന നിലപാടിലാണ് രാജ്യത്തെ ജനങ്ങളാകെയുള്ളത്. ആ തരത്തിൽ BJPക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ വ്യാഴാഴ്ച നടക്കും. 1198 വോട്ടിംഗ് വിവിപാറ്റ് യന്ത്രങ്ങളാണ് വോട്ടെടുപ്പിന് ആവശ്യമുള്ളത്. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. 1198 വോട്ടിംഗ് വിവിപാറ്റ് യന്ത്രങ്ങളാണ് വോട്ടെടുപ്പിന് ആവശ്യമുള്ളത്. 1468 ബാലറ്റ് യൂണിറ്റുകളും 1448 കൺട്രോൾ യൂണിറ്റുകളും 1535 വിവിപാറ്റ് യന്ത്രങ്ങളും സജ്ജമാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ പാലാ സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂളിലും, കടുത്തുരുത്തി മണ്ഡലത്തിലേത് കുറവലങ്ങാട് ദേവമാതാ കോളേജ്, വൈക്കം മണ്ഡലത്തിലേത് SMSNHS വൈക്കത്തും, ഏറ്റുമാനൂരിലേത് സെന്റ് അലോഷ്യസ് HSS അതിരമ്പുഴയിലും നടക്കും. കോട്ടയം മണ്ഡലത്തിലേത് കോട്ടയം MD സെമിനാരി HSSലും, പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികൾ ബേക്കർ മെമ്മോറിയൽസ് ഗേൾസ് സ്കൂളിലും നടക്കും. പത്തനംതിട്ട മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് HSSലും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലും വെച്ചുമായിരിക്കും വിതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് 7524 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത്. 1881 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും 1881 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും 3762 പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ജില്ലയിൽ 159 സെക്ടറൽ ഓഫീസർമാരെ നിയമിച്ചു.
ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നിരീക്ഷണത്തിന് 24 മൈക്രോ ഒബ്സർവർമാരുമുണ്ട്. കോട്ടയം ജില്ലയിൽ മാവേലിക്കര, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 1564 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 1173 ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ മോക്ക് പോളിംഗ് ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നതുവരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് വരണാധി കൂടിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 26 തീയതി രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 14 സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത്. മണ്ഡലത്തിൽ വോട്ടർമാരിൽ 51.58% സ്ത്രീകളാണ്. 1198 പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിലുള്ളത്. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് വരണാധികാരിയും ജില്ലാ കളക്ടറുമായ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസും മോഡൽ പോളിംഗ് സ്റ്റേഷൻസ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ സ്കൂൾ കുട്ടികളെടുത്ത് കോമ്പറ്റീഷൻസ് നടത്തി അവരോട് പോസ്റ്റേഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡെമോക്രസി ഇലക്ഷൻ സംബന്ധിച്ച് ആ പോസ്റ്റർ ആയിരിക്കും നമ്മുടെ ഡെക്കറേഷൻ മെറ്റീരിയൽ ഇൻ ഓൾ ദ പോളിംഗ് സ്റ്റേഷൻസ്. പിന്നെ 85+ ആൻഡ് PWD വോട്ടേഴ്സ്, ഹോം വോട്ടിംഗ് ചൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷനുള്ള സംവിധാനമുണ്ട്. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 25 രാവിലെ 8 മണി മുതൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. വോട്ടിംഗിനായി 1198 ബാലറ്റ് യൂണിറ്റുകളും 1448 കൺട്രോൾ യൂണിറ്റുകളും 1535 വിവിപാറ്റ് യന്ത്രങ്ങളും സജ്ജമാണ്. പോളിംഗ് ഡ്യൂട്ടിക്ക് 7524 ഉദ്യോഗസ്ഥരാണുള്ളത്. 1173 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 81 ബൂത്തുകൾ വനിതകൾ നിയന്ത്രിക്കും. കോട്ടയം ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലായി 15,99,969 വോട്ടർമാരാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടതുപക്ഷ അഭിഭാഷക സംഘടനയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനായി പൊൻകുന്നത്ത് വോട്ട് തേടി. സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ ലഘുലേഖയും വിതരണം ചെയ്തു. ഇടതുപക്ഷ അഭിഭാഷക സംഘടനയുടെ നേതൃത്വത്തിൽ LDF പത്തനംതിട്ട മണ്ഡല സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന് വോട്ട് അഭ്യർത്ഥിച്ചു. പൊൻകുന്നം കോടതിപ്പടി പരിസരത്തെ കടകളിലും വക്കീൽ ഓഫീസുകളിലുമാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രചരണാവേശം കാണിക്കുന്ന പത്രങ്ങളും LDF സർക്കാരിന്റെ കാഞ്ഞിരപ്പള്ളിയിലെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ ലഘുലേഖകളും വോട്ടർമാർക്ക് നൽകി. അഡ്വക്കേറ്റ്മാരായ തോമസ് കുര്യൻ, D ബൈജു, MA ഷാജി, സുമേഷ് ആൻഡ്രൂസ്, ജോസ് കുന്നംപള്ളി, സാജൻ കുന്നത്ത്, TA വിജയൻ, രേണുക റാം, സജികുമാർ TS, ബിബിൻ ഷാ, KR ഷാജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വോട്ട് തേടിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള കോൺഗ്രസ് പാർട്ടിയിൽ മോൻസ് ജോസഫിന്റെ ഏകാധിപത്യമാണ് നടക്കുന്നതിന്റെ തെളിവാണ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അറക്കൽ ബാലകൃഷ്ണപിള്ളയും ജോസഫ് വിഭാഗം പാർട്ടി വൈസ് ചെയർമാൻ VC ചാണ്ടിമാഷും പാർട്ടി വിട്ടതെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. റബ്ബറിന് വില 250 രൂപയാക്കുമെന്നും കർഷകർക്കായി പോരാടുമെന്നുമുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനമാണ് NDA മുന്നണിയിലേക്ക് ചേരാനുണ്ടായ കാരണമെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി വിശദീകരിക്കുവാനും അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് പറയുവാനാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. റബ്ബറിന് 250 രൂപ വില വർദ്ധിപ്പിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഏക സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാപ്പള്ളി. ടൂറിസം രംഗത്ത്, വികസന രംഗത്ത് പുത്തൻ പദ്ധതികൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം, വന്യമൃഗ ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ രക്ഷിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അടക്കം ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയും ഇത്തരമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അരുവിത്തുറ സെന്റ് ജോർജ് പള്ളിയിലെ പ്രധാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ റാസയും പ്രദക്ഷിണവും ഭക്തിസാന്ദ്രമായി. പ്രസിദ്ധ തീർത്ഥാടക കേന്ദ്രമായ അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് ദേവാലയം യഥാവിധി സന്ദർശിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം.
പുലർച്ചെ 5:30 വിശുദ്ധ കുർബാനയോടെയാണ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ റാസു നടന്നു. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണവും ഭക്തിസാന്ദ്രമായി. മുത്തുകുടകളും വാദ്യമേളങ്ങളും പ്രദക്ഷിണത്തിന് മിഴിവേകി. ആലവട്ടത്തിന്റെയും വെഞ്ചാമരത്തിന്റെയും അകമ്പടിയോടെ വിശ്വാസികൾക്കിടയിലേക്ക് എഴുന്നള്ളിയ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത തേടി നിരവധി ആളുകൾ പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പാലാ. ഇടിമിന്നലേറ്റ് എരുമ ചത്തു. മണിമല മഞ്ഞാക്കപ്പടി മഞ്ഞാക്കൽ MV ചാക്കോയുടെ എരുമയാണ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞുണ്ടായ ഇടിമിന്നലിൽ ചത്തത്. 3.5 വയസ്സ് പ്രായമുള്ള എരുമ 4 മാസം ഗർഭിണിയായിരുന്നു. പ്രദേശത്ത് ശക്തമായ മഴയോടുകൂടിയാണ് ഇടിമിന്നലുണ്ടായത്. ഇന്നലെ എൻ്റെ റബ്ബർ തോട്ടത്തിൽ ഇതിനെ ഞാൻ കെട്ടിയിരിക്കുകയായിരുന്നു. മഴ കഴിഞ്ഞ് ഇടിയും മഴയും കഴിഞ്ഞ് ഇതിനെ അഴിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് നോക്കുമ്പോൾ ഇത് മരിച്ചു ചത്ത് കിടക്കുന്നു. അപ്പം അത് ഒരു 450 കിലോ ഭാരം വരുന്നതാണ്. അതിന് ചെനയുള്ള ഒരു എരുമയായിരുന്നു. വാഹനാപകടത്തിൽ മരണമടഞ്ഞ അംഗനവാടി അധ്യാപിക ആശാലതയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പാലാ നഗരസഭ ടൗൺ അംഗനവാടിയിലെ അധ്യാപികയായിരുന്നു ഇവർ. അംഗനവാടിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വാഹനാപകടത്തിൽ മരിച്ച അംഗനവാടി അധ്യാപിക ആശാലതയുടെ മൃതദേഹം അംഗനവാടിയിൽ പൊതുദർശനത്തിന് വെച്ചു. പാലാ നഗരസഭ 20-ാം വാർഡ് ടൗൺ അംഗനവാടി ടീച്ചറായിരുന്നു ആശ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BLO ആയി പ്രവർത്തിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പാലാ കണ്ണാടിയുറുമ്പ് സ്വദേശിനിയാണ് ആശ. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാർ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റാണ് ആശാലത മരിച്ചത്. ശനിയാഴ്ച ഡ്യൂട്ടിക്കിടയിലാണ് അപകടമുണ്ടായത്. പാലാ മൂന്നാനി ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ആശാലതയെ പാലാ ജനറൽ ആശുപത്രിയിലും തുടർന്ന് മാർ ശ്രീവ മെഡിസിറ്റിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ജോസ് കെ മാണി MP, നഗരസഭാ ചെയർമാൻ ഷാജു V. തുരുതൻ, അംഗനവാടി കുട്ടികളുടെ മാതാപിതാക്കൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, അംഗനവാടി അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം വൈകിട്ട് നടന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ഫയർഫോഴ്സ് സ്റ്റേഷനിലെ സാമഗ്രികൾ കണ്ടപ്പോൾ കുട്ടിപ്പട്ടാളത്തിന്റെ മനസ്സിൽ 100 ചോദ്യങ്ങൾ. പാലാ ബ്ലൂമിംഗ് ബഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിൽ നടക്കുന്ന സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ശാഖകളിലെ കുട്ടികളാണ് പാലാ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചത്. തീ പടരുന്ന സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ഹെൽപ്പ് ലൈൻ നമ്പർ, പ്രതിരോധ നടപടികൾ എന്നിവയെക്കുറിച്ച് പാലാ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സേനാംഗം മനോജ് VM കുട്ടികൾക്ക് ലളിതമായും കാര്യപ്രദമായും മനസ്സിലാക്കി നൽകി. കുട്ടികളുടെ സന്ദർശന സമയത്ത് സ്റ്റേഷൻ ഓഫീസർ ജോസഫ് സന്നിഹിതനായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നേടുക, അവരുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കുക, തീപിടുത്തത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയും സാങ്കേതികകളെയും കുറിച്ച് പഠിക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് ഡയറക്ടർ ഷാൻഡി V. മാണി പറഞ്ഞു. ഡയറക്ടർ ഷാൻഡി V. മാണി, ഈരാറ്റുപേട്ട ബ്രാഞ്ച് ഇൻചാർജ് ലിറ്റീഷ്യ V. മാണി, പനക്കപ്പാലം ബ്രാഞ്ച് ഇൻചാർജ് സിമി സാബു, ഭരണങ്ങാനം ബ്രാഞ്ച് ഇൻചാർജ് മീനു, സോളി, ആൻസി, റിത, ഏഞ്ചൽ തുടങ്ങിയ സ്റ്റാഫ് അംഗങ്ങളുമാണ് കുട്ടികളോടൊപ്പം സന്ദർശനത്തിനുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കോട്ടയം KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലെ 3 വർഷ PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ബിരുദധാരികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ, സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, ഓഡിയോഗ്രഫി, ആക്ടിംഗ്, ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് എന്നീ വിഷയങ്ങളിൽ റെസിഡൻഷ്യൽ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓരോ വിഭാഗത്തിലും 10 സീറ്റുകളാണ് ഉള്ളത്. ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷയും തുടർന്ന് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷനും അഭിമുഖവും വഴിയാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ www.krnnivasa.com എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം. അവസാന തീയതി മെയ് 22. വിവരങ്ങൾക്ക് ഫോൺ 9061706113. കോട്ടയം പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഏപ്രിൽ മാസത്തെ ജില്ലാ വികസന സമിതി യോഗം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ജില്ലാ വികസന സമിതി ചെയർമാനായ ജില്ലാ കളക്ടർ അറിയിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാമ്പാടി 7-ാം മൈലിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം തുടരുന്നു. വിവരങ്ങൾക്ക് ഫോൺ 048125075556. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റന്നാൾ ബൂത്തിലേക്ക് കലാശം കൊട്ടി പരസ്യപ്രചാരണം, കളം നിറഞ്ഞ് 3 മുന്നണികളും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച. പൂഞ്ഞാർ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലും സെന്റ് ഡൊമിനിക്സ് സ്കൂളിലും.
രാജ്യത്തെ വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPക്കെതിരെയുള്ള വിധിയെഴുത്താവുമെന്നും അഭിപ്രായം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.